അറിയപ്പെടാൻ മുറിച്ചു നൽകുന്ന ദിവ്യ സ്നേഹകാരുണ്യമേ, അൾത്താരയിൽ നിന്നും അകതാരിലേക്ക് ഒഴുകും സ്നേഹപ്രവാഹമേ, ഒഴുകും സ്നേഹപ്രവാഹമേ. നമ്മുടെ ഈശോ വിശുദ്ധ കുർബാനയിൽ സ്ഥിതി ചെയ്യുന്നത് മാലാഖമാരുടെ ആരാധനയെ പ്രതീക്ഷിച്ചിട്ടല്ല. മനുഷ്യരായ നമ്മുടെ ആരാധനയും സ്നേഹവുമാണ് അവിടുത്തേക്ക് വേണ്ടത്. ഇറ്റലിയിലെ വിശുദ്ധ ഫ്രാൻസിസു കരാച്ചിയോള. ഈശോയിൽ സ്നേഹമുള്ളവരെ, ബലിയും ജീവിതവും എന്ന പ്രോഗ്രാമിലേക്ക് യേശുവിൻ്റെ നാമത്തിൽ എല്ലാവരെയും ഹൃദ്യമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഈ ലോകം വിട്ട് പിതാവിൻ്റെ പക്കലേക്ക് പോകാനുള്ള സമയമായി എന്നറിഞ്ഞ ഈശോ നമ്മളോട് കൂടെ ആയിരിക്കുവാൻ, മനുഷ്യമക്കളോട് കൂടെ ലോകാവസാനത്തോളമായിരിക്കുവാൻ, തൻ്റെ സ്നേഹവും ജീവനും പകർന്നു നൽകുവാൻ പരിശുദ്ധ കുർബാന സ്ഥാപിച്ചു. യേശുവിൻ്റെ ജീവനിലേക്കും ജീവിതത്തിലേക്കും നമ്മൾക്ക് പ്രവേശനം ലഭിക്കുന്ന കൂദാശയാണ് വിശുദ്ധ കുർബാന. ഈ വിശുദ്ധ കുർബാനയെ കൂടുതൽ കൂടുതൽ മനസ്സിലാക്കും തോറും ആഴമായ ദൈവസ്നേഹത്തിൽ വളർന്നു വരുവാൻ നമ്മൾക്ക് സാധിക്കും. പരിശുദ്ധ കത്തോലിക്കാ സഭ എങ്ങനെയാണോ കുർബാനയിൽ നമ്മൾ പങ്കെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നത്, പഠിപ്പിക്കുന്നത്, അത് മനസ്സിലാക്കിയാൽ മാത്രമേ യഥാർത്ഥത്തിൽ അനുഭവവേദ്യമായി വിശുദ്ധ കുർബാനയിൽ നമുക്ക് പങ്കെടുക്കുവാനായിട്ട് പറ്റുകയുള്ളൂ. എന്തെങ്കിലും ഒരു ചടങ്ങ് നിർവഹിക്കുന്ന ലാഘവത്തോടുകൂടെ പങ്കെടുക്കേണ്ടതല്ല വിശുദ്ധ കുർബാന എന്ന് സഭ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. വിശുദ്ധ കുർബാനയുടെ വിവിധ മാനങ്ങളെക്കുറിച്ച്, വിവിധ അർത്ഥങ്ങളെക്കുറിച്ച്, വിവിധ മനോഭാവങ്ങളെക്കുറിച്ച് ശരിയായ അറിവ് നമുക്കുണ്ടായിരിക്കേണ്ടതാണ്. കത്തോലിക്കാ സഭ പഠിപ്പിക്കുന്ന കുർബാനയെക്കുറിച്ചുള്ള വളരെ പ്രധാനമായ ഒരു കാര്യമാണ് ഇന്ന് നമ്മൾ വിചിന്തന വിഷയമാക്കുന്നത്. ഓരോ കുർബാനയും സ്വർഗീയമായ ആരാധനയിലുള്ള പങ്കുചേരലാണ്. രണ്ടാം വത്തിക്കാൻ സുനകദോസിൻ്റെ ആരാധനക്രമത്തെക്കുറിച്ചുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ്റെ 8ാമത്തെ ഖണ്ഡികയിൽ കത്തോലിക്കാ സഭ ഇപ്രകാരം പഠിപ്പിക്കുന്നു: സ്വർഗീയമായ ആരാധനയിലുള്ള പങ്കുചേരലാണ് കുർബാനയിൽ നടക്കുക. വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് ഭൗമികവും സ്വർഗീയവുമായ ആരാധനയാണ് എന്ന് കൗൺസിൽ പഠിപ്പിക്കുകയും വീണ്ടും ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ എഴുതിയ സഭയും വിശുദ്ധ കുർബാനയും എന്ന ചാക്രിക ലേഖനത്തിൻ്റെ 19ാമത്തെ ഖണ്ഡികയിൽ വിശുദ്ധ കുർബാനയുടെ ഈ സ്വർഗീയ മാനത്തെക്കുറിച്ച് വളരെ പ്രത്യേകമായിട്ട് പരാമർശിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഭാഗ്യസ്മരണാർഹനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയുന്നത് കുർബാനയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു മാനമാണിത്, ഈ സ്വർഗീയ ആരാധനയിലുള്ള പങ്കുചേരൽ. കേവലം യാദൃച്ഛികമായിട്ട് നടക്കുന്ന ഒരു സംഭവമല്ല. സഭയാരാധന ക്രമത്തിലൂടെ ദിവ്യകാരുണ്യ ആഘോഷത്തിൽ ദൈവജനത്തെ ക്ഷണിക്കുക ഈ സ്വർഗീയ ആരാധനയിൽ പങ്കുചേരുവാനായിട്ട്. യേശു നമുക്ക് തന്ന വലിയൊരു ദാനമാണ് ഈ സ്വർഗീയ ആരാധനയിൽ നമുക്ക് പങ്കെടുക്കാനായിട്ട് പറ്റുന്നു എന്നുള്ളത്. ഓരോ കുർബാനയും സ്വർഗവും ഭൂമിയും ഒരുമിക്കുന്ന നിമിഷമാണ്. വേറൊരു വാക്കിൽ പറഞ്ഞാൽ സ്വർഗം ഭൂമിയിലിറങ്ങുന്ന നിമിഷം, സ്വർഗം ഭൂമിയിലിറങ്ങുന്ന നിമിഷമാണ്. തിമോത്തി വെയർ എന്ന് പറയുന്ന ഓർത്തഡോക്സ് ദൈവശാസ്ത്രജ്ഞൻ ആദിമ കുർബാനയെക്കുറിച്ചുള്ള തൻ്റെ അനുസ്മരണത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: ഓർത്തഡോക്സ് സഭയുടെ കുർബാന ആഘോഷം കണ്ടതിനു ശേഷം 2 മനുഷ്യർ പറഞ്ഞ ഒരഭിപ്രായം അദ്ദേഹം ഇപ്രകാരം പറയുന്നു: എന്താണ് നടന്നത് എന്ന് ഞങ്ങൾക്കറിയത്തില്ല, മദ്ബഹായിൽ എന്താണ് നടക്കുന്നതെന്ന് ഞങ്ങൾക്കറിയത്തില്ല, പക്ഷേ ഒരു കാര്യം ഞങ്ങൾക്കറിയാം, ഇവിടെ ദൈവം ഭൂമിയിൽ, സ്വർഗം ഭൂമിയിൽ ആണ്. ഓരോ കുർബാനയും നമുക്ക് തരുന്ന അനുഭവം ഇതാണ്, സ്വർഗം ഭൂമിയിലിറങ്ങിയ അനുഭവം.
സ്വർഗം ഭൂമിയിൽ ഇറങ്ങുന്ന അനുഭവം, സ്വർഗീയ ആരാധനയിൽ പങ്കുചേരുന്ന അനുഭവം. പ്രിയമുള്ളവരെ, കുർബാനയെക്കുറിച്ചുള്ള ഈ കാഴ്ചപ്പാടുണ്ടെങ്കിൽ മാത്രമേ അനുഭവപരമായിട്ട് കുർബാനയിൽ ഭക്തിയോടുകൂടെ പങ്കെടുക്കാനായിട്ട് നമ്മൾക്ക് പറ്റുകയുള്ളൂ. എന്തെങ്കിലും യാന്ത്രികമായിട്ട് ചെയ്യുന്നതല്ല, സ്വർഗീയ ഗണങ്ങളോട് ചേർന്ന് നമ്മൾ ആരാധിക്കുന്ന നിമിഷമാണ് ഓരോ കുർബാനയുടെയും നിമിഷം. പൗരസ്ത്യ കുർബാനകളിലും ലത്തീൻ സഭയുടെ കുർബാനയിലുമൊക്കെയുള്ള പ്രാർത്ഥനകൾ പരിശോധിച്ചാൽ ഇത് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകും. എല്ലാ കുർബാനയിലും, കത്തോലിക്കാ സഭയുടെ എല്ലാ റീത്തിൽപ്പെട്ട കുർബാനയിലും വിശുദ്ധരെയും രക്തസാക്ഷികളെയും പ്രവാചകരെയും അപ്പസ്തോലന്മാരെയും പരിശുദ്ധ അമ്മയെയും മാലാഖമാരെയും ഒക്കെ അനുസ്മരിക്കുന്നതിന് കാരണവും ഇതാണ്. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ സഭയും വിശുദ്ധ കുർബാനയും എന്നുള്ള ചാക്രിക ലേഖനത്തിൽ പറഞ്ഞു, പരിശുദ്ധ അമ്മയെയും വിശുദ്ധരെയും പ്രവാചകരെയും രക്തസാക്ഷികളെയും അപ്പസ്തോലന്മാരെയും ഒക്കെ കുർബാനയിൽ അനുസ്മരിക്കുന്നത് വെറുതെയല്ല, മറിച്ച് ദൈവജനത്തെ ഒരു കാര്യം അനുസ്മരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ആരാധന സ്വർഗീയ സഭയോട് ചേർന്ന് സ്വർഗീയ ഗണങ്ങളോട് ചേർന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, നമ്മളുടെ ഹൃദയങ്ങളും നമ്മുടെ വിചാരങ്ങളുമൊക്കെ സ്വർഗത്തിലേക്ക് ഉയർത്തേണ്ട നിമിഷമാണ് കുർബാനയുടെ നിമിഷം. അതുകൊണ്ടാണ് കുർബാനയുടെ സമയത്ത് പുരോഹിതൻ ദൈവജനത്തോട് പറയുക, നിങ്ങളുടെ വിചാരങ്ങൾ ഉന്നതത്തിലേക്ക് ഉയരട്ടെ. നിങ്ങളുടെ വിചാരങ്ങളെ നിങ്ങൾ ഉന്നതത്തിലേക്ക് ഉയർത്തണം, സ്വർഗത്തിലുള്ളവയെക്കുറിച്ച് ചിന്തിക്കണം നിങ്ങൾ. കാരണം സ്വർഗം തുറക്കപ്പെടുന്ന നിമിഷമാണിത്. നമ്മുടെ വിചാരങ്ങളും മനസ്സുമൊക്കെ സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെടുന്ന നിമിഷം. രണ്ടാം വത്തിക്കാൻ സുനഗദോസിൻ്റെ ആരാധനക്രമത്തെക്കുറിച്ചുള്ള കോൺസ്റ്റിറ്റ്യൂഷനിൽ വീണ്ടും കൗൺസിൽ പഠിപ്പിക്കുന്ന ഇപ്രകാരമാണ്, നമ്മുടെ മനസ്സിനെ നമ്മുടെ വാക്കുകളോടൊപ്പം ഉയർത്തണം. നമ്മൾ എന്താണോ പ്രാർത്ഥിക്കുന്നത് അവിടേക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ടുപോകണം. അങ്ങനെയാണെങ്കിൽ സ്വർഗീയ ചിന്തകൾ മനസ്സിലുണർത്താനായിട്ടാണ് ഓരോ കുർബാനയും നമ്മളെ ക്ഷണിക്കുക. അതുകൊണ്ട് ഓരോ കുർബാനയിലും നമുക്ക് കിട്ടുന്ന ഭാഗ്യം ഈ സ്വർഗീയ ആരാധനയിൽ പങ്കുചേരാനുള്ള ഭാഗ്യമാണ്. സ്വർഗത്തിലുള്ളവരെ ഓർക്കുന്നതും അനുസ്മരിക്കുന്നതും അതുകൊണ്ടാണ്. മാലാഖമാരെയും വിശുദ്ധരെയും ഒക്കെ അനുസ്മരിക്കുന്നത് ഈ ആരാധനയിൽ, ഈ കുർബാനയിൽ നാം തനിച്ചല്ല, നമ്മൾ സ്വർഗീയ ഗണങ്ങളോട് ചേർന്ന് ദൈവത്തെ പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് പാടി സ്തുതിക്കുന്ന മാലാഖ വൃന്ദത്തോട് ചേർന്ന് ഭൗമിക സഭ ദൈവത്തിന് ആരാധന സമർപ്പിക്കുന്ന സമയമാണ് കുർബാനയുടെ സമയം. ഈ വലിയ ചിന്തയാണ് സഭ നമുക്കിന്ന് തരിക. ഓരോ കുർബാനയിലും ഈ ഒരു മനോഭാവത്തോടുകൂടെ പങ്കെടുക്കുവാനായിട്ട് നമ്മൾക്ക് സാധിക്കണം. ഓരോ കുർബാനയിലും ഈ മനോഭാവം വെച്ച് പുലർത്തണം. സീറോ മലബാർ സഭയിലെ കുർബാനയിൽ വൈദികൻ ചൊല്ലുന്ന ഒരു പ്രാർത്ഥന ശ്രദ്ധേയമാണ്. കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോട് ചേർന്ന് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു എന്നാണ് പറയുക. കുദാശ വചനങ്ങൾ ഉച്ചരിക്കുന്നതിന് മുമ്പ് വൈദികൻ ദൈവജനത്തെ ഓർമ്മിപ്പിക്കുന്ന ഇതാണ്, കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോട് ചേർന്ന് ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയർപ്പിക്കുന്നു. ബലിയർപ്പിക്കാനായിട്ട് ഒരുമിച്ച് കൂടിയിരിക്കുന്ന ദൈവജനം സ്വർഗീയ ഗണങ്ങളോട് ചേർന്ന് ദൈവത്തെ ആരാധിക്കുകയാണ് എന്നുള്ള ഓർമ്മ മനസ്സിൽ കൊണ്ടു നടന്നെങ്കിൽ മാത്രമേ യഥാർത്ഥത്തിൽ അനുഭവത്തോടുകൂടെ കുർബാനയിൽ പങ്കെടുക്കാനായിട്ട് പറ്റുകയുള്ളൂ. പ്രിയമുള്ളവരെ, നമ്മുടെ പള്ളികളുടെ ഘടന തന്നെ ശ്രദ്ധിച്ചാൽ ഈ കാര്യം വ്യക്തമാണ്. പ്രത്യേകിച്ച് പൗരസ്ത്യ സഭയിൽ കുർബാന ആഘോഷിക്കുമ്പോൾ മദ്ബഹ ഒരുക്കിയിരിക്കുന്നത് ശ്രദ്ധിച്ചാൽ തന്നെ ഈ കാര്യം നമുക്ക് വ്യക്തമാകും. സർവാധിപനാം കർത്താവേ എന്ന പാട്ട് പാടുമ്പോൾ, ഗീതം ആലപിക്കുമ്പോൾ വലിയ ആഘോഷത്തോടുകൂടെ മദ്ബഹായുടെ നീക്കുകയും ദൈവജനവും പുരോഹിതനും ഒന്നു ചേർന്ന് കുമ്പിട്ട് ആരാധിക്കുകയും ചെയ്യുന്ന ഒരു കർമ്മമുണ്ട്. സർവാധിപനാം കർത്താവെ, നിന്നെ വണങ്ങി നമിക്കുന്നുവെന്ന് പറഞ്ഞ് ആഘോഷത്തോടുകൂടെ ധൂപാർപ്പണ ശുശ്രൂഷി മദ്ബഹായിൽ ധൂപിക്കാനായിട്ട് കയറുമ്പം ദൈവജനവും വൈദികനും ഒരുമിച്ച് ദൈവത്തെ കുമ്പിട്ട് ആരാധിക്കുന്ന നിമിഷം, സ്വർഗം തുറക്കപ്പെടുന്ന അനുഭവം. നിങ്ങൾ സ്വർഗീയ ആരാധനയിൽ പങ്കുചേരുകയാണ് എന്ന് ദൈവജനത്തെ ഓർമ്മിപ്പിക്കുന്ന നിമിഷം, സ്വർഗീയ ആരാധനയിൽ പങ്കുചേരുകയാണ്. മദ്ബഹ സ്വർഗത്തിൻ്റെ പ്രതീകമായിട്ട്, അടയാളമായിട്ട് അവതരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ആദിമകാലത്തെ പള്ളികളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മദ്ബഹായിൽ വിശുദ്ധരുടെ രൂപവും മാലാഖമാരുടെ പടവും കൊണ്ട് അലങ്കൃതമായിട്ടിരിക്കുന്നത് നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കും. മദ്ബഹ മുഴുവൻ അലങ്കരിച്ചിരിക്കുകയാണ് സ്വർഗത്തിൻ്റെ പ്രതീതി ജനിപ്പിക്കാൻ,
മാലാഖമാരുടെ രൂപം വെച്ച് അല്ലെങ്കിൽ വിശുദ്ധരുടെ രൂപങ്ങൾ കൊണ്ട് സ്വർഗവാസികളെ കൊണ്ട് മദ്ബഹ മുഴുവൻ നിറച്ചിരിക്കുന്നതിന് കാരണം ഈ ചിന്ത ദൈവജനത്തിൽ വിശ്വാസിയിൽ ഉണർത്തുവാൻ വേണ്ടിയിട്ടാണ്. സ്വർഗീയ ഗണങ്ങളെക്കുറിച്ചുള്ള സ്വർഗത്തെക്കുറിച്ചുള്ള ചിന്ത മനസ്സിലേക്ക് കൊണ്ടുവരുവാൻ. പ്രിയമുള്ളവരെ, ഈ ചിന്തയുടെ ബലത്തിലായിരിക്കണം, ഈ ചിന്തയുടെ അടിസ്ഥാനത്തിലായിരിക്കണം ഓരോ കുർബാനയിലും നമ്മൾ പങ്കെടുക്കേണ്ടത്. ഞാൻ തനിച്ചല്ല, ഞാൻ എൻ്റേതായ ഒരു ഭൗമിക കാര്യം ചെയ്യാനായിട്ട് വന്നിരിക്കുന്നതല്ല, മറിച്ച് സ്വർഗീയ ഗണങ്ങളോട് ചേർന്ന് ദൈവത്തെ ആരാധിക്കാനായിട്ട് എനിക്ക് കിട്ടുന്ന വലിയൊരു അവസരമായിട്ട് ഈ കുർബാനയുടെ സമയത്തെ നമ്മൾക്ക് മാറ്റിയെടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് സ്വർഗത്തിൻ്റെ മുന്നാസ്വാദനമാണ് സഭയുടെ ആരാധനക്രമം. സ്വർഗത്തിൻ്റെ മുന്നാസ്വാദനം, സ്വർഗത്തിൽ ലഭിക്കുന്ന ഈ സന്തോഷവും ഈ ആനന്ദവും ഇന്ന് എനിക്ക് അനുഭവിക്കാനായിട്ട് ദൈവം അവസരം തരുന്ന നിമിഷമാണ് കുർബാനയുടെ നിമിഷം. ഈ സ്വർഗീയ അനുഭവത്തിലേക്ക് വളരാൻ ഓരോ കുർബാനയും നമ്മളെ ക്ഷണിക്കുകയാണ്. ഈ സ്വർഗീയ അനുഭവത്തിലേക്ക് വരാൻ, ഈ സ്വർഗവാസികളോട് കൂടെ നിൽക്കുന്ന അനുഭവത്തിലേക്ക് വരാൻ, ഈ സ്വർഗീയ ഗണങ്ങളോട് ചേർന്നാണ് ഞാൻ നിൽക്കുന്നത് എന്ന ബോധ്യത്തിലായിരിക്കാൻ സഭയുടെ ആരാധനക്രമം നമ്മളെ ക്ഷണിക്കുകയാണ്. അതുകൊണ്ട് വിശുദ്ധ വസ്ത്രങ്ങളൊക്കെ അണിഞ്ഞ് പുരോഹിതൻ മദ്ബഹായിൽ നിൽക്കുന്നതും ഈ ചിന്ത ഉണർത്തിക്കൊണ്ടാണ്. മദ്ബഹായിലേക്ക് പ്രവേശിക്കുന്ന വൈദികൻ തൻ്റെ അയോഗ്യതയെ ഏറ്റുപറയുന്നതും ദൈവജനത്തോട് പ്രാർത്ഥനാ സഹായം ചോദിക്കുന്നതും ഈ സ്വർഗീയ ഗണങ്ങളോട് ചേരാനുള്ള യോഗ്യത എനിക്കില്ല, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്നാണ്. ഈ അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കാൻ കുർബാനയിൽ മദ്ബഹായിലേക്ക് കയറുന്നതിന് മുമ്പ് പുരോഹിതൻ ചൊല്ലുന്ന ഒരു പ്രാർത്ഥന സീറോ മലബാർ സഭയുടെ കുർബാന ക്രമത്തിലുണ്ട്. അതിപ്രകാരമാണ്: കർത്താവായ ദൈവമേ, കഴുകി ശുദ്ധമാക്കപ്പെട്ട ഹൃദയത്തോടും വെടിപ്പാക്കപ്പെട്ട മനസ്സാക്ഷിയോടും കൂടെ അതിവിശുദ്ധമായ സ്ഥലത്ത് പ്രവേശിച്ച് ഭക്തിയോടും ശ്രദ്ധയോടും വിശുദ്ധിയോടും കൂടെ അങ്ങയുടെ ബലിപീഠത്തിന് മുമ്പാകെ വ്യാപരിക്കുവാൻ എന്നെ യോഗ്യനാക്കണമേ, ഞങ്ങളെ യോഗ്യരാക്കണമേ. അതിവിശുദ്ധമായ സ്ഥലമാണ് എന്ന് കുർബാനയിൽ പറയാൻ കാരണം ഇത് സ്വർഗീയ സാന്നിധ്യമുള്ളത് കൊണ്ടാണ്. ഇത് സ്വർഗീയ സാന്നിധ്യം അനുസ്മരിക്കുന്നത് കൊണ്ടാണ്. സ്വർഗം ഭൂമിയിൽ ഇറങ്ങുന്നത് കൊണ്ടാണ് ഇത് അതിവിശുദ്ധ സ്ഥലമായിട്ട് മാറുന്നത്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഓരോ കുർബാനയിലും ഈ സ്വർഗീയ ഗണങ്ങളോട് ചേർന്നിരിക്കാനുള്ള ക്ഷണം സഭ നമുക്കിന്ന് തരുകയാണ്. ഓരോ കുർബാനയിലും പരിശുദ്ധ അമ്മയും മാലാഖമാരെയും പ്രവാചകരെയും അപ്പസ്തോലന്മാരെയും രക്തസാക്ഷികളെയും ഈ ലോകത്തിൽ നിന്ന് വിശുദ്ധ ജീവിതം നയിച്ച് കടന്നുപോയ എല്ലാവരെയും നമ്മൾക്ക് കാണുവാനും അവരോട് ചേർന്ന് ദൈവത്തെ ആരാധിക്കാനുമുള്ള അവസരം നമുക്ക് ലഭിക്കുകയാണ്. അതുകൊണ്ട് ഈ സ്വർഗീയ മാനത്തെ വെറും യാദൃച്ഛികമായ ഒന്നായിട്ട് കരുതരുത് എന്ന് സഭ നമ്മളെ പഠിപ്പിക്കുന്നു. പ്രത്യേകിച്ച് സഭയും വിശുദ്ധ കുർബാനയും എന്ന ചാക്രിക ലേഖനത്തിലൂടെ ഈ സ്വർഗീയമായ അനുഭവം ഓരോ കുർബാനയും നമുക്ക് തരണമെങ്കിൽ, ഈ സ്വർഗീയ അനുഭവത്തിലേക്ക് വളരണമെങ്കിൽ കുർബാനയിൽ ആ മനോഭാവത്തോടുകൂടെ നമ്മൾ പങ്കെടുക്കണം. സ്വർഗീയ ഗണങ്ങളോട് ചേർന്ന് ഞാൻ ആരാധിക്കാനായിട്ട് വന്നിരിക്കുകയാണ് എന്ന ബോധ്യത്തോടുകൂടെ വേണം ഓരോ കുർബാനയിലും ഞാൻ പങ്കെടുക്കാനായിട്ട്. ആ ഒരു ചിന്തയിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ നമ്മുടെ ഭാവം വ്യത്യാസം വരും. നമ്മൾ ഏത് തരത്തിലാണ് കുർബാനയിൽ പങ്കെടുക്കുന്നത് എന്നുള്ളത് വ്യത്യാസം വരും. കാരണം സ്വർഗീയ ഗണങ്ങളോടുകൂടെയാണ് എന്നുള്ള ചിന്തയിൽ കുർബാന അർപ്പിക്കാൻ വരുന്ന ഒരു വ്യക്തിക്കും അശ്രദ്ധമായിട്ട് കുർബാനയിൽ നിൽക്കാനായിട്ട് പറ്റില്ല, അശ്രദ്ധമായിട്ട് പങ്കെടുക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ പഠനങ്ങളോട് ചേർന്ന് കുർബാനയെ അനുഭവിക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം. കുർബാന സ്വർഗീയമായ ആരാധനയിലുള്ള പങ്കുചേരലാണ് എന്നുള്ള സഭയുടെ പഠനത്തെ സ്വീകരിച്ചുകൊണ്ട് ഓരോ ദിവസവും കുർബാനയിൽ ചെല്ലുമ്പോൾ ഈ സ്വർഗീയ അനുഭവത്തിലേക്ക് വളരാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഈ സ്വർഗത്തെക്കുറിച്ചുള്ള ചിന്ത നമ്മിൽ പ്രത്യാശ ജനിപ്പിക്കുമെന്നാണ് സഭ പറയുക. സ്വർഗത്തെക്കുറിച്ചുള്ള ചിന്ത എൻ്റെ ജീവിതത്തിനൊരു ലക്ഷ്യം തരുകയാണ്, എൻ്റെ ജീവിതത്തിനൊരു പ്രത്യാശ തരുകയാണ്. എൻ്റെ ജീവിതത്തിന് ശേഷം ഈ സ്വർഗത്തിലേക്കുള്ള എനിക്കൊരു പ്രവേശനമുണ്ട് എന്നുള്ള ചിന്ത എൻ്റെ ജീവിതത്തിലെ വിഷമങ്ങളെയും സങ്കടങ്ങളെയും പ്രതീക്ഷയോടുകൂടെ പ്രത്യാശയോടുകൂടെ കാണാനായിട്ട് എന്നെ പഠിപ്പിക്കും. നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മരണത്തിൽ നമ്മൾക്ക് വലിയ ദുഃഖം അനുഭവിക്കാതിരിക്കാൻ ഈ കുർബാന നമ്മളെ സഹായിക്കും. കാരണം ഈ സ്വർഗീയ ഗണങ്ങളോട് ചേരാനായിട്ടുള്ള ഭാഗ്യം ലഭിച്ചവരാണ് മരിച്ചവരൊരു പ്രത്യേക രീതിയിൽ. അതുകൊണ്ട് ഓരോ കുർബാനയും നമ്മളെ ക്ഷണിക്കുക ഈ സ്വർഗീയ ആരാധനയിൽ പങ്കെടുക്കുവാനായിട്ടാണ്. പ്രവാചകന്മാർ പറഞ്ഞതുപോലെ ഈ പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് പാടിപ്പുകഴ്ത്തുന്ന ത്രിത്വൈക ദൈവത്തെ നമുക്കും ചേർന്ന് ആരാധിക്കാം ഓരോ വിശുദ്ധ കുർബാനയിലും.
വിശുദ്ധ കുർബാനയിലെ പ്രാർത്ഥനകൾ നമുക്ക് ശ്രദ്ധാപൂർവം ശ്രവിക്കാം. അവയിൽ ആത്മാർത്ഥമായിട്ട് പങ്കെടുക്കാം. കർത്താവെ, സ്വർഗീയ ഗണങ്ങളോട് ചേർന്ന് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നുവെന്ന് ഇനി പുരോഹിതൻ പറയുമ്പോൾ ഈ സ്വർഗീയ മാനത്തെ മനസ്സിലേക്ക് കൊണ്ടുവരാനും യഥാർത്ഥത്തിൽ തമ്പുരാനെ ആരാധിക്കുവാനും നമുക്ക് പരിശ്രമിക്കാം. സ്വർഗീയമായ അനുഭവം ഓരോ കുർബാനയും നമുക്ക് നൽകുവാൻ വേണ്ടി ദൈവം നമുക്ക് അനുഗ്രഹം തരട്ടെ എന്ന് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ലോകമെങ്ങുമുള്ള അൾത്താരകൾക്കരികിലെ സക്രാരികളിൽ ഇന്നും സജീവനായി ജീവിക്കുന്ന ഈശോ തൻ്റെ തിരുവോസ്തിയിലെ സാന്നിധ്യത്തെ സംശയത്തിൻ്റെയും യുക്തിയുടെയും കണ്ണുകൾ കൊണ്ടു നോക്കുന്ന മനുഷ്യർക്കു വേണ്ടി ലോകമെങ്ങും ദിവ്യകാരുണ്യ അത്ഭുതങ്ങളിലൂടെ ഈ സാന്നിധ്യം ഇന്നും വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. പരിശുദ്ധ കുർബാനയുടെ മഹനീയത നമുക്ക് മനസ്സിലാകുവാനും അവിടുത്തെ അൾത്താരയിലേക്ക് ചേർന്നു നിൽക്കുവാനും ഇത് നമ്മെ സഹായിക്കുന്നു. ൽ ഫ്രാൻസിലെ ബ്ലാനോ നഗരത്തിൽ നടന്ന ദിവ്യകാരുണ്യ അത്ഭുതം. ഫ്രാൻസിൻ്റെ കിഴക്കുഭാഗത്തുള്ള ബ്ലാനോ നഗരത്തിൽ നടന്ന വളരെ പ്രത്യേകതകളുള്ള ഒരു ദിവ്യകാരുണ്യ അത്ഭുതത്തെക്കുറിച്ചാണ് നാം കാണുവാൻ പോകുന്നത്. ഭൂപടത്തിൽ ഈ സ്ഥലത്തിന് സ്ഥാനമൊന്നുമില്ലെങ്കിലും വളരെ വലിയൊരു അത്ഭുതം ഇവിടെ പ്രവർത്തിക്കുവാൻ ദൈവം തിരുമനസ്സായി. അമേരിക്കയിൽ നിന്നുള്ള തീർത്ഥാടകരായ ഞങ്ങൾ ദേവാലയത്തെ സമീപിക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ സവിധത്തിലേക്ക് സ്വാഗതം നൽകിക്കൊണ്ട് പള്ളിമണികൾ മുഴങ്ങുന്നുണ്ടായിരുന്നു. 1331 ഈസ്റ്റർ ഞായറാഴ്ചയിലാണ് ആ മഹനീയ സംഭവം നടന്നത്. നമുക്കറിയാവുന്നതുപോലെ ഇവിടെ അതികഠിനമായ ശൈത്യമുള്ള സ്ഥലമാണ്. ഇന്നു കാണുന്നതുപോലെ നോമ്പുകാലം കഴിഞ്ഞ് ഹല്ലേലൂയ വിളികളോടെ ഉദ്ധിതനായ ക്രിസ്തുവിനെ വരവേൽക്കുന്ന സമയമായിരുന്നു അത്. നോമ്പുകാലത്തെ 40 ദിവസങ്ങളിൽ രക്ഷാകര രഹസ്യങ്ങൾ ധ്യാനിക്കുകയായിരുന്ന വിശ്വാസികൾ ഉദ്ധിതനായ ഈശോയ്ക്ക് ഹല്ലേലൂയ വിളികളുമായി ദേവാലയത്തിലെത്തി. ദുഃഖവെള്ളി എന്ന് പറഞ്ഞാൽ തികച്ചും ദുഃഖകരമായ അനുഭവമാണ് എനിക്ക് പങ്കുവയ്ക്കുവാനുള്ളത്. ദേവാലയങ്ങളിലും വീടുകളിലും ദുഃഖം തളം കെട്ടി നിൽക്കുന്നു. ഹൃദയങ്ങളിൽ നൊമ്പരവും ശൂന്യതയും. ദേവാലയം വെറുമൊരു കെട്ടിടമായി മാറാറുണ്ട്. ദിവ്യകാരുണ്യ സാന്നിധ്യമില്ലാതിരിക്കുന്ന ഒരു സമയത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കുവാൻ പോലുമാവില്ല. അങ്ങനെയാണ് ദേവാലയം കെട്ടിടമായി മാറുന്നത്. അവൻ നമ്മോട് കൂടെയില്ല എന്ന ചിന്ത തന്നെ നമ്മെ ഭയപ്പെടുത്തുന്നു. അപ്പസ്തോലന്മാരും പരിശുദ്ധയമ്മയും ഈശോ തങ്ങളോടൊപ്പം ഇല്ല എന്ന് തിരിച്ചറിയുമ്പോൾ അനുഭവിച്ച വേദന എത്ര കഠിനമായിരുന്നിരിക്കണം. അന്ധകാരപൂർണമായ ദേവാലയത്തിൽ തിരികൾ തെളിയുകയും സർവവും പ്രകാശമാനമാവുകയും വിശ്വാസികൾ ഹല്ലേലൂയ അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെന്ന് ആഹ്ലാദത്തോടെ വിളിച്ചു പറയുകയും ചെയ്യുന്ന മഹനീയ ദിവസങ്ങളിലൊന്നിലാണ് ആ അത്ഭുതം നടന്നത്. യേശു വീണ്ടും നമ്മോടൊപ്പം മഹത്വത്തോടെ വാഴുന്നതിനെ ഓർമ്മിക്കുകയായിരുന്നു അവർ. അന്ന് രാവിലെ ഇടവക വികാരിയായിരുന്ന യുഗ്ബോം എന്ന വൈദികൻ
ബലിയർപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹം കൂദാശാവചനങ്ങൾ ഉച്ചരിച്ച സമയങ്ങളിൽ തന്നെ ദൈവത്തിൻ്റെ സജീവ സാന്നിധ്യം ദേവാലയത്തിൽ നിറയുവാൻ തുടങ്ങി. ദേവാലയത്തിലെ തണുപ്പ് നീങ്ങി. എല്ലാവരും തീഷ്ണതയാൽ ജ്വലിച്ചു. ദിവ്യകാരുണ്യ സ്വീകരണത്തിലൂടെ തങ്ങളുടെ നാഥനുമായി ഒന്നാകുവാൻ അവർ തീഷ്ണതയോടെ അൾത്താരയെ സമീപിക്കുകയായിരുന്നു. ഒരു യുവതി വിശുദ്ധ കുർബാന സ്വീകരിച്ചപ്പോൾ തിരുവോസ്തി നാവിൽ നിന്ന് താഴെ വീഴാതിരിക്കുവാനായി അതിൽ കടിച്ചുപിടിച്ചു. പെട്ടെന്ന് സ്വീകരിച്ച തിരുവോസ്തിയുടെ ഒരു ഭാഗം അടർന്ന് താഴേക്ക് വീണു. എന്നാൽ അടുത്തു നിന്നിരുന്ന അൾത്താര ബാലൻ അത് താഴെ വീഴുന്നതിനു മുൻപേ തൻ്റെ കയ്യിലുണ്ടായിരുന്ന താലത്തിൽ പിടിച്ചെടുത്തു. ആ യുവതിയുടെ പേര് മദാം ദേഫു എന്നായിരുന്നു. എന്നാൽ വൈദികൻ അത് കണ്ടിരുന്നില്ല. മറ്റു വിശ്വാസികൾക്കും കുർബാന നൽകിക്കഴിഞ്ഞപ്പോൾ അൾത്താര ബാലൻ തൻ്റെ കയ്യിലുണ്ടായിരുന്ന താലത്തിൽ വീണ തിരുവോസ്തിയുടെ കഷ്ണത്തെക്കുറിച്ച് അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്തി. പക്ഷേ താലത്തിലേക്ക് നോക്കിയ അദ്ദേഹത്തിന് തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. താലത്തിൽ വിരിച്ചിരുന്ന തുണിയിൽ അത് ഒരു തുള്ളി രക്തമായി മാറിക്കഴിഞ്ഞിരുന്നു. താലത്തിലെ തുണിയിൽ പടർന്നു പിടിച്ച രക്തത്തുള്ളികൾ വെള്ളം ഉപയോഗിച്ച് അദ്ദേഹം കഴുകുവാൻ ആരംഭിച്ചു. പക്ഷേ വൃത്തിയാക്കപ്പെടുന്നതിനു പകരം ഉപയോഗിച്ച ജലവും രക്തമായി മാറുകയാണുണ്ടായത്. എന്തു ചെയ്യണമെന്നറിയാതെ കുഴങ്ങിയ അദ്ദേഹത്തിന് കാര്യം മനസ്സിലായി. ഈ രക്തത്തുള്ളികൾ കഴുകി വൃത്തിയാക്കപ്പെടുകയല്ല, മറിച്ച് ദൈവം പ്രവർത്തിച്ച അത്ഭുതത്തെ പ്രകീർത്തിക്കുകയാണ് വേണ്ടത്. അത് വിശ്വാസികളെ കാണിക്കുകയാണ് ആവശ്യമെന്ന് അദ്ദേഹത്തിന് തോന്നി. അദ്ദേഹം രക്തത്തുള്ളികളുള്ള ഭാഗം മുറിച്ചെടുത്ത് വിശ്വാസികളെ കാണിച്ചു. ആരും ദേവാലയം വിട്ടു പോയിരുന്നില്ല. കാരണം വലിയൊരു അത്ഭുതം നടന്നുവെന്ന് അവർ തിരിച്ചറിഞ്ഞിരുന്നു. അവർ വലിയ അത്ഭുതം കണ്ട് ദൈവത്തെ പ്രകീർത്തിച്ചു. നാം തിരിച്ചറിയണം, ആരും അറിയാതിരുന്ന ഒരു ഗ്രാമമായിരുന്നു ഇത്. സഭ വിശ്വാസത്തിൽ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരുന്ന സമയവും വിശുദ്ധ കുർബാനയ്ക്കെതിരായ പഠനങ്ങൾ പ്രചരിക്കപ്പെട്ടിരുന്നില്ല എങ്കിലും പാഷണ്ഡതകൾ സഭയെ വേദനിപ്പിച്ചുകൊണ്ടിരുന്ന സമയമായിരുന്നു അത്. ഫ്രാൻസിന്റെ തെക്കുഭാഗത്ത് രൂപപ്പെട്ട ആൽബിജൻസിയൻ പാഷണ്ഡത ഇവിടെ ശക്തമായി വേരുറപ്പിച്ചിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. പരിശുദ്ധ കുർബാനയിലുള്ള അവിടുത്തെ സജീവ സാന്നിധ്യത്തെ ചോദ്യം ചെയ്യുന്ന പാഷണ്ഡതകളുടെ തുടക്കമായിരുന്നു അത്. ഈ അത്ഭുതത്തിലൂടെ ഇവിടെയുള്ള വിശ്വാസികളോട് അവിടുന്ന് പറഞ്ഞു, ഞാൻ നിങ്ങളോടൊപ്പമുണ്ട്. ആ സമയത്ത് ആർക്കു വേണ്ടിയാണ് അവിടുന്ന് ഈ അത്ഭുതം പ്രവർത്തിച്ചത് എന്ന് അറിയുക പ്രയാസമായിരുന്നില്ല. കാരണം ചെറിയ ഒരു ഗ്രാമമായിരുന്നുവെങ്കിലും വിശ്വാസികളുടെ തീഷ്ണത ഇവിടെയും കുറഞ്ഞിരുന്നു. ഈസ്റ്റർ ദിനത്തിൽ ധാരാളം വിശ്വാസികൾ ദേവാലയത്തിലെത്തിയെങ്കിലും ആഘോഷ ദിവസങ്ങളിൽ മാത്രം ഒതുങ്ങുന്ന അവരുടെ ദിവ്യകാരുണ്യ ഭക്തിയെക്കുറിച്ച് അവിടുന്ന് ആകുലചിത്തനായിരുന്നിരിക്കണം. ദിവ്യബലി അർപ്പിച്ച വൈദികനോടും വിശ്വാസത്തിൽ വളരുവാൻ അവിടുന്ന് ആഹ്വാനം ചെയ്തു. ഇനിയുമൊരു പക്ഷേ തൻ്റെ ജീവിതം മാറ്റിവെച്ച് ജനങ്ങൾക്കു വേണ്ടി ദിവസവും ബലിയർപ്പിക്കുന്ന വൈദികന്റെ ജീവിതത്തിലൂടെ ഇടവകയ്ക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് ശരിയായ ബോധ്യമുള്ളവരായിരിക്കുവാൻ അവിടുന്ന് ഇടവക ജനങ്ങളെ ആഹ്വാനം ചെയ്യുകയായിരുന്നിരിക്കണം. ചിലപ്പോൾ സഭയെ നവീകരിക്കുന്നതിനു വേണ്ടി ആയിരുന്നിരിക്കണം. അടുത്ത ദിവസം തന്നെ രൂപതയുടെ പിതാവ് സ്ഥലത്തെത്തുകയും ദിവ്യകാരുണ്യാത്ഭുതം നടന്നതായി സ്ഥിരീകരിക്കുകയും ചെയ്തു. അങ്ങനെ ഈ ദേവാലയം പെട്ടെന്ന് തന്നെ ഒരു തീർത്ഥാടന കേന്ദ്രമായി മാറി. ദിവ്യകാരുണ്യ തിരുനാളിൻ്റെ ദിവസവും ഈസ്റ്റർ ദിനത്തിലും ഈ പ്രദേശത്തിലുള്ള വിശ്വാസികളെല്ലാം ഇവിടെ പ്രാർത്ഥിക്കുവാനായി ഒത്തുചേർന്നിരുന്നു. യുവജനങ്ങൾ വലിയ പ്രദക്ഷിണമായി ദേവാലയത്തിലേക്ക് വരുന്നതും ദിവ്യകാരുണ്യാത്ഭുതം നടന്ന സ്ഥലത്ത് തങ്ങളുടെ വിശ്വാസം നവീകരിക്കുന്നതും കാണുവാൻ സാധിക്കുമായിരുന്നു. 500 വർഷങ്ങൾക്ക് ശേഷം 1530 ഈ രൂപതയുടെ മെത്രാൻ വീണ്ടും ഈ ദിവ്യകാരുണ്യത്തെ ഏറ്റുപറയുകയും ഇവിടെ എത്തുന്ന തീർത്ഥാടകർക്ക് ദണ്ഡവിമോചനം പ്രഖ്യാപിക്കുകയും ചെയ്തു.
ദൈവശാസ്ത്രജ്ഞനായ വിശുദ്ധ തോമസ് അക്വീനാസ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നതുപോലെ ദിവ്യകാരുണ്യ അത്ഭുതം പ്രകടമായതാണെങ്കിലും അല്ലെങ്കിലും തിരുവോസ്തിയിൽ അവിടുത്തെ സാന്നിധ്യത്തിന് മാറ്റമൊന്നുമില്ല. കൂദാശ ചെയ്യപ്പെട്ട ഏതൊരു തിരുവോസ്തിയും അത്ഭുതം തന്നെയാണ്. അതിനാൽ ഇന്ന് ഈ ദിവ്യകാരുണ്യ അത്ഭുതത്തിന് മുൻപിലായിരിക്കുമ്പോൾ നാം ആരാധിക്കുന്നതും സ്തുതിക്കുന്നതും ദൈവത്തെ തന്നെയാണ്, വചനമാംസമായ യേശുക്രിസ്തുവിനെയാണ്. തിരുവോസ്തിയിലുള്ള അവിടുത്തെ സജീവ സാന്നിധ്യത്തെയാണ്. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യം സ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയ സ്നേഹിത, ഈ കിടാവിളക്കിൻ്റെ അരികിലിരുന്ന് ഒരു നുറുങ്ങു ചിന്ത കൂടി പങ്കുവെച്ച് നമുക്ക് പിരിയാം. വിക്ടർ ഹ്യൂഗോയുടെ ഒരു കഥയുണ്ട്. ഫ്രഞ്ച് വിപ്ലവമാണ്. ഒരു ഗ്രാമം ശത്രു സൈന്യം വളഞ്ഞാക്രമിക്കുകയാണ്. വീടുകളൊക്കെ തകർത്തുകൊണ്ടിരിക്കുന്നു, മനുഷ്യരൊക്കെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒരമ്മ അവരുടെ 2 മക്കളുമായി സ്വന്തം വീട് വിട്ട് മറ്റൊരു ഗ്രാമത്തിലേക്ക് പലായനം ചെയ്യുകയാണ്. അപരിചിതമായൊരു ഗ്രാമം. പല വീടുകളിലും അവർ വന്ന് മുട്ടുന്നുണ്ട്. ഒരിറ്റ് വെള്ളത്തിന് വേണ്ടി, ഒരു കഷ്ണം അപ്പത്തിന് വേണ്ടി അവർ യാചിക്കുന്നുണ്ട്. ആരും അവർക്ക് വേണ്ടി വാതിലുകൾ തുറന്നു കൊടുത്തില്ല. വിശന്ന് ദാഹിച്ച് 3 ദിവസമായി അവർ അലഞ്ഞു നടക്കുകയാണ്. പെട്ടെന്ന് അവർ കണ്ടു, തങ്ങളുടെ ഗ്രാമം ആക്രമിച്ച ശത്രു സൈന്യം അവിടെ മുമ്പിലേക്ക് വരുന്നു. അവരെ ഭയന്ന് ഈ അമ്മയും 2 മക്കളും അടുത്തുള്ളൊരു കാട്ടിലൊളിക്കുകയാണ്. ഭയം കൊണ്ട് അവർ വിറയ്ക്കുന്നുണ്ടായിരുന്നു. അവർ വിറയ്ക്കുന്നത് മൂലം പച്ചിലകളും ചലിക്കുന്നുണ്ടായിരുന്നു. ആ പടയാളികൾ അവിടെ എത്തിയപ്പോൾ അവർക്ക് മനസ്സിലായി, ആ കാട്ടിനുള്ളിൽ ആരൊക്കെ ഒളിച്ചിരിപ്പുണ്ടെന്ന്. അവർ വളഞ്ഞു. കൈയോടെ ഈ അമ്മയും 2 മക്കളെയും പിടിച്ച് തിരുവോരത്തിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുവന്നു. പെട്ടെന്ന് ഈ അമ്മയുടെ ദയനീയമായ മുഖം കണ്ട് ആ പടയാളികളുടെ ക്യാപ്റ്റന് എന്തെന്നില്ലാത്ത അനുകമ്പ തോന്നി. അയാൾ സ്വന്തം തുകൽ സഞ്ചിയിൽ നിന്നും ഒരപ്പം എടുത്ത് മുറ്റത്തേക്കിട്ടു. അത് കണ്ടതും അമ്മ ഒരു ചീറ്റപ്പുലിയെപ്പോൾ അതിലേക്കെടുത്ത് ചാടി. അതെടുത്ത് 2 കഷ്ണങ്ങളായി മുറിച്ച് അവളുടെ ഇരുവശത്തുമുണ്ടായിരുന്ന മക്കൾക്ക് കൊടുത്തു. ശാന്തമായി അവ നിൽക്കാൻ ആരംഭിച്ചു. അത് കണ്ടതും ഒരു പടയാളി പറഞ്ഞു, നോക്കുക, ആ സ്ത്രീക്ക് വിശക്കുന്നില്ല. അതുകൊണ്ടല്ലേ അവൾക്ക് കിട്ടിയ അപ്പം അവൾ മറ്റാർക്കു കൊടുത്തത്. അത് കേട്ട് ക്യാപ്റ്റൻ പറഞ്ഞു, ആ സ്ത്രീക്ക് വിശക്കാത്തത് കൊണ്ടല്ല, ആ സ്ത്രീ ഒരമ്മയായതുകൊണ്ട്. അതെ, ഒരമ്മയ്ക്ക് മാത്രമേ സ്വന്തം വിശപ്പ് മറന്നുകൊണ്ട് സ്വന്തം മക്കളുടെ വിശപ്പ് പരിഹരിക്കാനാവൂ. നമ്മൾ നിത്യതയുടെ അപ്പമെന്ന് വിളിക്കുന്ന ക്രിസ്തു കാൽവരിയിൽ ദൈവം തന്നെ നമുക്കായിട്ട് മുറിച്ചു നൽകി. കാരണം ദൈവം നമ്മുടെ പിതാവായതുകൊണ്ട്. ഓരോ ബലിയിലും ദൈവം കണ്ണീരോടെ അവൻ്റെ പ്രിയപ്പെട്ട മകന് നമുക്ക് മുറിച്ചു നൽകുന്നു. ദിവ്യകാരുണ്യം പറയുന്നു, ദൈവം അലിവുള്ളൊരു പിതാവാണ്. സ്വന്തം പ്രാണവേദന മറന്നുകൊണ്ട് നമ്മുടെ ആത്മീയ വിശപ്പ് ശമിപ്പിക്കാൻ ഒരുങ്ങുന്ന കരുണയുടെ പിതാവിനെ നോക്കി. ദിവ്യകാരുണ്യനാഥ, നിനക്ക് ഞങ്ങളുടെ പ്രണാമം. വാ
നീ